പൈപ്പ് ഇറക്കിയിട്ട് എൻ്റെ കൈപ്പള്ളി റോഡ് കുറെ വെട്ടിപ്പൊളിച്ചാൽ അതിൻ്റെ കിട്ടും. അപ്പൊ അവസാനം ഈ കമ്പനിക്ക് പൈസ കൊടുക്കാത്തതുകൊണ്ട് കമ്പനി കൂട്ടിപ്പോയി. അതേപോലെ വാഗമൺ റോഡിന്റെ പണി അമാന്തിച്ചാണ് നീക്കുന്നത്. അല്ല, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നീക്കും. അത് നമ്മുടെ പ്രസ്റ്റീജ് വിഷയമാണ്. ഒരു ചെറിയ ഗ്രൗണ്ടാണ് ഒരു എലിമെന്റ് ഉള്ളത്. ഫോക്കസ് ചെയ്യാതെ ഓടിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ആവശ്യമായിട്ടല്ലേ ഇതല്ലേ ചോദിച്ചല്ല. ഞാൻ പിന്നെ അധ്യാപകർക്കാണ് മെയിനായിട്ട് മാതാപിതാക്കൾക്ക് ക്ലാസ് കൊടുക്കേണ്ട. 10 വർഷത്തിനോടല്ല നമ്മുടെ വിദ്യാഭ്യാസം സമൂലമായി പരിഷ്കരിച്ചില്ലെങ്കിൽ നമ്മൾ നിരക്ഷരരായി മാറും. കാരണം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ അബദ്ധം ഇതുവരെ നമ്മുടെ ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല. എല്ലാ സർവ്വ സെക്ടറിലും അത് ഈ നീരാളിപ്പിക്കുന്ന. അപ്പൊ നമ്മളതിനകത്ത് ഇപ്പം ചേർന്നാൽ നമ്മൾ വലിയവരാണ്. ഇതിനകത്ത് 5 വർഷത്തിൽ തന്നെ പുറകിലാണ്. അപ്പൊ യുവജന ഈ ഓരോ സെക്ടറിലുള്ള കണ്ടുപിടുത്തം ഇതെല്ലാം പേറ്റന്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ ഈ ഫണ്ട് ഇങ്ങനെ അടിച്ചു മാറ്റുക. ഇപ്പൊ ഈയിടെ അടുത്ത കാലത്ത് വന്ന ഒറ്റ കമ്പനി തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾ ഡെവലപ്പ് ചെയ്ത ഈ IT സെക്ടറിൽ 33 ലക്ഷം കോടി രൂപ 4 വർഷം കൂടെ കമ്പനിയിലേക്ക് പോയത്. അത് വേറെ ഇതിന്റെ ചിപ്പ് മേക്കിംഗ് കമ്പനി NVIDIA എന്ന് പറയുന്നത്. അതൊരു ചൈനക്കാരനാണ്, പക്ഷെ അവൻ അമേരിക്ക സെറ്റില്ല. $1 ട്രില്യൺ 12 വർഷം കൊണ്ട് 95 ലക്ഷം കോടി രൂപ. എന്നാലും 200 വർഷമായിട്ട് ടാറ്റയ്ക്ക് ആ പൈസ ഇല്ല. ചോക്കില്ല ഇപ്പൊ ഇതോട് ഈ ബോർഡ് ചോക്ക് ഉപയോഗിക്കുന്നില്ല. മകനല്ലേ എവിടെക്കോളൊക്കെ പുതിയ തലമുറ ഒരു 1 ലക്ഷം പേരെയെങ്കിലും നമ്മൾ റിസർച്ച് കൊണ്ടുവരണം. അതാണ് സപ്പോർട്ടിംഗ് ആണ്. എല്ലാ മേഖലയിലും ഒരു കൃഷിയെ പഠിപ്പിക്കുന്നെങ്കിൽ ഒന്ന് തൊഴിലിനെ ബേസ് ചെയ്ത് തൊഴിലിഷ്ടമായിരിക്കും അവരുടെ ടേസ്റ്റിനെ. ഇവിടെ എന്ന് പറഞ്ഞാൽ കൺവെൻഷൻ മെത്തേഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു വിദ്യാർത്ഥിയെ തിരിച്ചെടുത്തിട്ട് അതിനെ അവനിപ്പോൾ ഒരു കൃഷിക്ക് താല്പര്യമെങ്കിൽ അവനെ ആദ്യം തൊട്ടേ വാഴ വെക്കാനും ഇത് കുഴിക്കാനും വളവിടാനും പഠിപ്പിച്ചു തുടങ്ങി മാത്രമേ, എന്നിട്ട് അതിന്റെ കോൺഫിഗറേഷൻ പറഞ്ഞു കൊടുത്താൽ തിരിച്ചറിയും പൊട്ടാസ്യം നൈട്രജനും ഇത് തന്നെയാണെന്ന് പറഞ്ഞാൽ. ഇവിടെ അങ്ങനെയല്ല. നൈട്രജൻ പൊട്ടാസ്യത്തിന്റെ എല്ലാം കാര്യം NPKയുടെ കാര്യമൊക്കെ പറഞ്ഞു അവൻ എന്നതാണെന്ന് പോലും തിരിച്ചറിയല്ല. അങ്ങനെയാണ് അവിടെ US പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ക്രാഷ് കോഴ്സ് തുടങ്ങാം. നമുക്കൊരു വിദ്യാഭ്യാസമില്ല, വിവരമില്ലാത്തവരെ നോക്കിയാൽ നീ എവിടെ എന്നാ പഠിക്കാൻ തയ്യാറാണെന്ന് ചോദിക്കും. അന്നേരം അവര് ക്രാഷ് കോഴ്സ് ഉണ്ട്. ഈ ചെറിയ കമ്പ്യൂട്ടർ ആണെങ്കിൽ കമ്പ്യൂട്ടർ, ലൈബ്രറി കോഴ്സ് ആണെങ്കിൽ അത് അങ്ങോട്ട് അവിടെ കൊണ്ടുവന്ന് അവർ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു $10 $15
വരുമാനം കിട്ടും നമുക്ക്. 3 മാസമേ ഉള്ളൂ, അല്ലെ 6 മാസം. ഇത് നമ്മളൊരു കോഴ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ, പാഠ്യപദ്ധതി തുടങ്ങിയാൽ, ജനിച്ചപ്പം മില്ലപ്പം തൊട്ട് പഠിച്ച സാധനം ഇപ്പോഴും പഠിച്ചു അത് നിലനിൽക്കല. ഞാൻ ഇപ്പം പറയാം, ഞാനിത് കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് മുഖ്യമന്ത്രി PD സതീശനോട് സംസാരിക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ മത്സരിക്കേണ്ടി വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ സമൂലമായ പരിഷ്കാരം, അല്ലാതെ അതിൻ്റെ അകത്ത് പിന്നെ കിടന്ന് സമരം ചെയ്തിട്ടോ ചാടിയിട്ടോ ഒന്നും കാര്യമില്ല, നിലനിൽക്കല. കാരണം സാങ്കേതിക വിദ്യയുടെ കുത്തൊഴുക്ക് അത്ര അതിശക്തമാണ്. കാരണം നമുക്ക് അത് അങ്ങനെയുള്ളത് പോയി നമ്മൾ കണ്ട് ബോധ്യപ്പെട്ടാലേ ഈ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്നാ പറയുന്ന, അതിന് ഒരു ഉദാഹരണം പറയാൻ പറ്റും, അത്ര താഴെയാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് എന്നാ ചെയ്യുന്ന പറയാം, കഴിവുള്ള പിള്ളേരെ ഇവന്മാർ ഈ ചില മീൻ കയറി വരുമ്പോൾ തല പിടിച്ചുകൊണ്ട് ഇവന്മാർ കൊണ്ട് നേരെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പോൾ നമ്മുടെ ക്രീം പീപ്പിള് ട്രെയിൻ ഔട്ട് ആകുക. പക്ഷെ അത് നമുക്ക് തടയാനും പറ്റിയില്ല. ഇവിടെ സാധ്യതകൾ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നിൽക്കുള്ളൂ. അപ്പം ഹ്യൂജ് ഫണ്ടിങ് വേണ്ടി വരും ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അവിടെ ചെയ്യുന്ന പദ്ധതി എന്താണെന്ന് വെച്ചാൽ, പ്രൈവറ്റ് ഓൺടർപ്രണേഴ്സ് ഫണ്ട് കൊടുക്കുന്നത് യൂണിവേഴ്സിറ്റികൾക്കും സ്കൂളുകൾക്കും ആവശ്യം പോലെയുള്ള ഫണ്ടാണ് കൊടുക്കുന്നത്. അതായത് MD ആൻഡേഴ്സൺ എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയൊരു ക്യാൻസർ സെന്റർ ഉണ്ട്. ഒറ്റ ഒരാളുടെ സ്വത്താണ് കൊടുത്ത 60,000 കോടി രൂപ. 60,000 കോടി രൂപ. അയാളുടെ പേര് മാത്രമല്ല, MD ആൻഡേഴ്സൺ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. അതിനകത്ത് ലോകത്തിലെ ഏറ്റവും ടോപ്പ് ഡോക്ടേഴ്സും അങ്ങനെയുള്ളവരും അവിടുന്ന് വരുന്നത്. കാരണം ഭയങ്കര ഫണ്ടിങ്ങാണ് കൊടുക്കുന്നത്. അതേസമയം ഇവിടുത്തെ ഡോക്ടർമാർക്ക് അതിന്റെ 7 അയലോക്കത്ത് എത്താൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കണ്ടതിൽ നമ്മൾ ഇനി പഠിച്ചില്ലെങ്കിൽ നിശ്ചയില്ല. അപ്പൊ ഞങ്ങള് പൊക്കോട്ടെ, ഇനി കാണുന്നില്ല, ഞങ്ങൾക്ക് പട്ടയ വിഷയമുണ്ട്. ടെക്നോളജി ഇത്ര നേരം ടെക്നോളജിയെ പറ്റിയാ പറഞ്ഞത്. ടെക്നോളജി സൈക്കിളി റോഡ് ഭയങ്കര പുതുമായ റോഡാണ്. ഒരു സാറേ വാഗമൺ റോഡിന്റെ പണി സമാധിച്ചാ പോകുന്നത്. ബാക്കി പറഞ്ഞ നിങ്ങളോട് അല്ല, കാര്യം ചെയ്യുമ്പോൾ അതിനെ പ്ലാൻ, നമ്മുടെ ഇവിടുത്തെ പ്രശ്നം എന്നാന്നറിയോ, നമ്മള് പ്ലാനും എസ്റ്റിമേറ്റും ഇല്ലാത്ത വീട് പണിയുന്ന പോലെയാണ് ഇവിടുത്തെ സർക്കാരിന്റെ പല നടപടികളും, പ്രത്യേകിച്ചും പഞ്ചായത്ത് ഉൾപ്പെടെയുള്ളതിന്റെ ആസൂത്രണവും ഒരു പ്രൊജക്ടിന്റെ ആസൂത്രണവും. ഇവിടെ ഇവര് ജൽജീവൻ മിഷൻ എന്ന് പറഞ്ഞ പദ്ധതി കൊണ്ടു. ആദ്യമായിട്ട് 2 സ്ഥലത്ത് ഒരിടത്തെ പമ്പിങ് തുടങ്ങിയിട്ടില്ല, അങ്ങോട്ടൊക്കെ തുടങ്ങിയില്ല. അവിടെ വെള്ളം ഉണ്ടോന്ന് ഉറപ്പില്ല. മലങ്കര മാത്രം 50% പണി വരും. 27 ഞാനെല്ലാം കംപ്ലീറ്റ് എഞ്ചിനീയേഴ്സിനെ വിളിച്ച് മോൻസും കാപ്പിനെ വിളിച്ചത്. 27 ടാങ്ക് ഉണ്ട്, 2 വലിയ ടാങ്കുകൾ. അതിലൊരു ടാങ്ക് 50% നീലൂരി തീർന്നു. ഇവിടുത്തെ ടാങ്ക് തീർന്നിട്ട് ഇല്ല, തുടങ്ങിയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. പിന്നെ ബാക്കി വരുന്ന ഒരു 8-10 ടാങ്ക് തീർന്നു. ബാക്കി ടാങ്കിൽ ചെറുതായിട്ട് പണി തുടങ്ങി. ബാക്കി കുറേ എണ്ണം, ഒരു 5-8 എണ്ണം തുടങ്ങിയിട്ട് പോകില്ല. ഇത് തീരാതെയാണ് ഈ നാട്ടിൽ കൂടെ മുഴുവൻ പൈപ്പ് ഇറക്കിയിട്ട് NTR കൈപ്പള്ളി റോഡ് കുറെ വെട്ടിപ്പൊളിച്ചാൽ അതിൻ്റെ കിട്ടും. അപ്പൊ അവസാനം ഈ കമ്പനിക്ക് പൈസ കൊടുക്കാത്തതുകൊണ്ട് കമ്പനി കൂട്ടിപ്പോയി. അവസാനം PD സച്ചിനെ കൊണ്ട് തെലങ്കാന മുഖ്യമന്ത്രിയെ വിളിച്ചു പറയിപ്പിച്ച് അവരോട് അടിയന്തരമായിട്ട് വരണമെന്ന് പറഞ്ഞില്ല. അവരൊരു ഗവൺമെന്റിനൊക്കെ വലിയവന്മാർ അവിടെ ഉള്ളവന്മാർ, ഈ കോൺട്രാക്ട് എടുക്കുന്നുണ്ട്. അവന്മാർക്ക് വലിയ മൈൻഡൊന്നും ഇല്ല. ആ ഗ്രോമർ എന്ന് പറഞ്ഞ വലിയൊരു കമ്പനിയാണ്, 2 കമ്പനിയുണ്ട്. അപ്പം എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് ഇതൊന്ന് ചെയ്യിക്കാൻ ഞങ്ങൾ നോക്കുക. അപ്പൊ ആളുകൾ പറയും എന്താ, അടുത്ത MLA വന്നപ്പോ പൈപ്പ് ഇറക്കിയിട്ടിട്ട് വരും, പണി നടന്നില്ലെന്ന് പറയും. കിട്ടിയോ? അതായത് വീട് പണിയുന്നതിന് മുമ്പ് തന്നെ പൈപ്പ് ഇറക്കിയിട്ട് മിടുക്കന്മാരായമാര്. വീട് പണിയുമ്പോൾ ആരെങ്കിലും പൈപ്പ് ഇറക്കി കേട്ടിട്ടുണ്ടോ? അതേപോലെ വാഗമൺ റോഡിന്റെ പണി അമാന്തിച്ചാണ് നീക്കുന്നത്. അല്ല, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നീക്കും. അത് നമ്മുടെ പ്രസ്റ്റീജ് വിഷയമാണ്. കാരണം എന്നാന്നറിയോ സാറേ, ഇത് ഇപ്പൊ നമുക്ക് 20 വർഷമായി ഇതിന്റെ പരിപാടി തുടങ്ങി. ഇപ്പം ഓൾറെഡി രാജ്യല്ലേ എടുത്തിരിക്കുന്നത്. രാജ്യം സംസാരിച്ചാൽ തീർത്തിരിക്കും. അത് എന്തിനാന്നറിയോ, പക്ഷെ കാലാവധി നമുക്ക് ആ വഴി വന്നാൽ ഇവിടെ എല്ലാം ഇതുകൊണ്ട് ഭയങ്കരമായ വികസനം ഇത് വരും. സെപ്റ്റംബർ 20 വരെ കാലാവധി എന്നുണ്ട് പേപ്പർ കിട്ടിയേക്കുന്നത്. നോക്കട്ടെ, ഞാൻ രാജ്യമായിട്ട് സംസാരിച്ചിട്ട് അത് കുഴപ്പമില്ല തന്നെ പറഞ്ഞു. ആകെയുള്ള പ്രശ്നം ഇതിന്റെ ടാറിന്റെ റേറ്റിംഗ് കയറി. അതായത് 15,000 രൂപ 35,000 രൂപ അവർക്ക് ബാലൻസ് ചെയ്തില്ല. പക്ഷെ സർക്കാർ തിരുത്തി കൊടുക്കുകയൊന്നുമില്ല. ഇപ്പം കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഒരിക്കലും ഓടിക്കാൻ പറ്റും. നമുക്ക് ബാക്കി ടൈഗർ റിസർവിന്റെ വിഷയം അത് ഒഴിവാക്കി. മ്യൂസിക്കൽ റേഞ്ചിൽ നിന്ന് 47 ചതുരശ്ര കിലോമീറ്റർ കൊടുക്കാൻ തീരുമാനമായിട്ടില്ല. എന്നാലും അവന്മാർ ചെറിയ കുറിപ്പ് വെച്ച് അതിൻ്റെ അത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു സ്കീം കൊണ്ടുവരുന്നത്. അത് വരുമ്പം കർഷകർക്ക് മറ്റ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാതെ അത് മാറ്റണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു പരിപാടി കസ്തൂരേഖ
കസ്തൂരംഗലിന്റെ PTR പെരിയാർ ടൈഗർ റിസർവില് ആ. 2 വാർഡിൽ 1400 ഫാമിലിയെ പെടുത്തി ആ. 47.8 ചതുരശ്ര കിലോമീറ്റർ. ആ. അത് പെടുത്തിയപ്പം അവർക്ക് മറ്റൊരു പരിപാടി അവരുടെ പേരിക്കൂട്ടിയ വസ്തുക്കൾ കൈമാറ്റം ചെയ്യാനൊന്നും നടത്തിയില്ല. അപ്പൊ അതിന് പകരമായിട്ട് അവരുടെ ടൈഗർ റിസർവിന്റെ ലാൻഡിന്റെ സ്ക്വയർ കിലോമീറ്റർ തേക്കാനായിട്ട് ന്യൂട്രിക്കൽ റേഞ്ചിൽ നിന്ന് നമ്മൾ 47.8 ചതുരശ്ര കിലോമീറ്റർ വിട്ടു കൊടുക്കാൻ തീരുമാനമുണ്ട്. അത് വന്നു കഴിയുമ്പോൾ ആ വിഷയം തീരും. പിന്നെ കേന്ദ്ര ഗവൺമെന്റ് വെക്കുന്ന ഈ ടൈഗർ റിസർവിനോട് ചേർന്നുള്ള പ്രദേശത്തുള്ള ഈ പരിസ്ഥിതിക പ്രശ്നം അവർ ചൂണ്ടിക്കാണും. ടൈഗർ റിസർവിന് പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസന പദ്ധതി എന്ന് പറയുന്ന ഒരു സ്കീം കൊണ്ടുവരണമെന്ന് അവർ പറഞ്ഞു. അതിന് മാത്രമാണ് ജനങ്ങൾക്ക് എതിർപ്പ്. അതിനോട് എനിക്ക് യോജിപ്പില്ല MLA എന്നുള്ളത്. ഓക്കെ. ഓക്കെ. La la la